പൊതുജനം കഴുതിയല്ല സാർ, നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്, ഒരു രാഷ്ട്രീയ വാർത്തയിലേക്ക്. കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുകയാണോ? നമുക്ക് സംശയം തോന്നുന്ന ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെയുള്ള സൂചനകൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരികയാണ്. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഇരുഭാഗങ്ങളിൽ നിൽക്കുന്നു. അവരാണിപ്പോൾ കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് ചർച്ചകളിലെ താരങ്ങൾ. അരനൂറ്റാണ്ടോളം സംസ്ഥാന കോൺഗ്രസിൽ AI പോരായിരുന്നു. ഒരു വശത്ത് ലീഡർ എന്നറിയപ്പെട്ട സാക്ഷാൽ കെ കരുണാകരൻ, മറുവശത്ത് ഹംബിൾ സിമ്പിൾ എന്ന് അനുയായികൾ വിശേഷിപ്പിച്ച AK ആന്റണി. കൊണ്ടും കൊടുത്തും ഇവരുടെ രാഷ്ട്രീയ യുദ്ധത്തിന്റെ നാളുകളായിരുന്നു 2000-ന്റെ തുടക്കം വരെ. പണ്ട് AK ആന്റണിയുടെയും കരുണാകരന്റെയും കാലത്ത് ഈ നേതാക്കൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, ഗ്രൂപ്പുകൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഇലക്ഷൻ വരുമ്പോൾ ഈ രണ്ട് പാർട്ടികളും അവരുടെ എതിർപ്പുകളും മറികടന്ന് അവർ കൂട്ടായി പ്രവർത്തിക്കുക, ആന്റണിയും കരുണാകരനും തമ്മിൽ ഒരു ധാരണയിലെത്തുക, എന്നിട്ട് ഓരോ തവണയും ഇത് ഇലക്ഷനിൽ കോൺഗ്രസിന് ഉപകാരപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിനിടെ കെ കരുണാകരൻ പക്ഷത്തുനിന്ന് അകന്ന് G. കാർത്തികേയൻ, രമേശ് ചെന്നിത്തല, MI ഷാനവാസ് എന്നിവർ തിരുത്തൽവാദികളായി. കെ സുധാകരൻ 4ാം ഗ്രൂപ്പുകാരനായി. കാലം പലത് കടന്നു. കെ കരുണാകരൻ കോൺഗ്രസ് വിട്ട് DIC-യിലൂടെ വീണ്ടും കോൺഗ്രസിലെത്തി. കോൺഗ്രസുകാരനായിരിക്കെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. AK ആന്റണി ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞപ്പോൾ സംസ്ഥാനത്തെ ഗ്രൂപ്പ് നേതൃത്വം ഉപേക്ഷിച്ചു. ഇതോടെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരിലേക്ക് കോൺഗ്രസ് ഗ്രൂപ്പുകൾ ചുരുങ്ങി. ആന്റണി നായകത്വം ഉപേക്ഷിച്ച A ഗ്രൂപ്പിന്റെ അമരക്കാരനായി ഉമ്മൻചാണ്ടി. പഴയ I ഗ്രൂപ്പുകാരെ എല്ലാം ചേർത്ത് വിശാല I ഗ്രൂപ്പിന്റെ നായകനായി രമേശ് ചെന്നിത്തല. ഇതെല്ലാം 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വരെയുള്ള ചരിത്രം. ഈ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ നമ്മൾ കണ്ടു. അതിനിടയിൽ ഒരു പ്രേക്ഷകൻ മുഹമ്മദ് അനു ചോദിച്ചിരിക്കുന്നു, ഗോപികൃഷ്ണൻ SKN കമന്റ് ഒന്നും വായിക്കാനുള്ള അനുമതി എനിക്ക് തന്നിട്ടില്ല എന്നാണ്. ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറിയ കമന്റും പുതുതായി ഈ പരിപാടി അവതരിപ്പിക്കാൻ ഞാൻ എത്തിയതിനെ കുറിച്ചാണ്. പക്ഷേ ചിലർ ചോദിക്കുന്നു റീജിത്ത് അവധിയിലാണോ, ചിലർ ചോദിക്കുന്നു ആദ്യമായി അവതരിപ്പിക്കുകയാണല്ലോ എന്ന്. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, അവതാരകനല്ലല്ലോ, അവതരിപ്പിക്കപ്പെടുന്ന വിഷയമാണല്ലോ പ്രധാനം. ഏതായാലും ഇന്ന് ഞാനാണ്, ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ പൊതുജനം കഴുതയല്ല സാർ എന്നതിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഞാൻ തുടർന്നുമുണ്ടാകും. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ്, അതായത് കോൺഗ്രസിലെ ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. AK ആന്റണിയും കെ കരുണാകരനും അതോടൊപ്പം ഉമ്മൻചാണ്ടിയും ഒക്കെ അവർ അരങ്ങുപാണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരെല്ലാം ഗ്രൂപ്പ് മാനേജർമാരായി അവരുടെ സ്വന്തം ടീമുകൾ സൃഷ്ടിക്കുകയും ഓരോ അധികാര സ്ഥാനങ്ങൾ അങ്ങനെ പങ്കിട്ടെടുക്കുകയും അങ്ങനെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമൊക്കെ ചെയ്ത ഒരു കോൺഗ്രസിന്റെ പഴയകാല ചരിത്രം അത് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കും പുതിയ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും കാണാപ്പാഠമായിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് സംഭവിച്ചു എന്നതാണ്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ സംസ്ഥാന കോൺഗ്രസിലെ സമവാക്യങ്ങൾ മാറിമറിഞ്ഞു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരെ മറികടന്ന് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവുമായി, പിന്നാലെ കെ സുധാകരൻ KPCC അധ്യക്ഷനുമായി പുതിയ സമവാക്യങ്ങൾ കോൺഗ്രസിൽ ഉരുത്തിരിയുകയായിരുന്നു. KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി ആയത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുമേറെ മുൻപാണ്. പിന്നാലെ സംഘടനാ ജനറൽ സെക്രട്ടറിയുമായി. KC വേണുഗോപാലിന്റെ ആരോഹണത്തോടെ AK ആന്റണി അപ്രധാന നേതാവായി. കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത സ്ഥിതി ദേശീയ തലത്തിൽ കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കിയിരുന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തുടർച്ചയായി 2ാം തവണയും ഇടതുമുന്നണി അധികാരത്തിലെത്തി. ഇന്ദിരാഭവൻ ശോകമൂകമായി. ഇവിടെ നിന്നാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി.ഡി. സതീശന്റെ വരവ്. ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചത് രമേശ് ചെന്നിത്തലയെ ആയിരുന്നു. പക്ഷേ യുവതുർക്കികളുടെ പിന്തുണയോടെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി, സെമി കേഡർ എന്നൊക്കെ വലിയ ആശയങ്ങളുമായി KPCC അധ്യക്ഷൻ കെ സുധാകരനും സജീവമായി. പക്ഷേ സതീശൻ പിന്തുണച്ചില്ല എന്ന് കെ സുധാകരൻ പക്ഷം പരിതപിച്ചു. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ A ഗ്രൂപ്പിന് നാഥനില്ലാതായി. I ഗ്രൂപ്പിന് നേരത്തെ തന്നെ നാഥനില്ലായിരുന്നു. ഇതോടെ സംസ്ഥാന കോൺഗ്രസ് വി.ഡി. സതീശനിലേക്ക് കേന്ദ്രീകരിച്ചു എന്ന് പ്രതീതിയായി. മറ്റു നേതാക്കൾ അപ്രസക്തരായി എന്ന പരാതി ഉയർന്നു. ഇങ്ങനെ പുറമേക്ക് തെളിമയുള്ള ജലമെന്ന് തോന്നിച്ചെങ്കിലും അകം കലങ്ങി മറിയുകയായിരുന്നു. സത്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല, പുതിയ അനുഭവമല്ല, പുതിയ കഥകളുമല്ല. പുറമേക്ക് തെളിമയാർന്ന തെളിനീരാണെന്ന് തോന്നുമ്പോഴും അടിയിൽ കലക്കവെള്ളം ഉണ്ടാകാറുണ്ട്, ചുഴികൾ രൂപപ്പെടാറുണ്ട്, അടിയൊഴുക്കുകൾ ശക്തിപ്പെടാറുണ്ട്. കോൺഗ്രസിൽ പ്രവർത്തന പാരമ്പര്യമുള്ള പഴയകാല നേതാക്കൾക്കും പുതിയ ഭാഗ്യം അന്വേഷിച്ചിറങ്ങിയവർക്കുമൊക്കെ
ഈ ചരിത്രവും പാരമ്പര്യവും ഒക്കെ നന്നായി അറിയാമായിരിക്കും. കോൺഗ്രസിൽ അടക്കിപ്പിടിച്ച അധികാരമോഹം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ തല പൊക്കുന്നതാണ് ഈ സമയങ്ങളിൽ നമ്മൾ കാണുന്നത്. സമുദായ നേതാക്കളുടെ പിന്തുണയിലാണ് നേതാക്കളുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ണ്. പഴയ പിണക്കം മറന്ന് രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ NSS ക്ഷണിച്ചതോടെയാണ് അടുത്ത മുഖ്യമന്ത്രി ചർച്ചയും സജീവമായത്. കേരളത്തിലെ കോൺഗ്രസിൽ എന്തെങ്കിലും മാറ്റം ഈ NSSന്റെ ക്ഷണം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് ഒട്ടും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അദ്ദേഹം അതിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ NSSമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം മെച്ചപ്പെടുന്നത് അദ്ദേഹത്തിന് നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ അർഹതയ്ക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാധ്യതയ്ക്കോ വലിയ കുറവൊന്നും സംഭവിക്കുന്നുമില്ല. 2013 G. സുകുമാരൻ നായരുടെ താക്കോൽ സ്ഥാന പ്രസ്താവനയോടെയാണ് NSSും രമേശ് ചെന്നിത്തലയും അകന്നത്. ഇത്തവണ ക്ഷണം സന്തോഷത്തോടെ രമേശ് ചെന്നിത്തല സ്വീകരിച്ചു. പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു. ഇതോടെ സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങാനില്ല എന്ന നിലപാട് VD സതീശൻ മയപ്പെടുത്തി. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് തിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ തെറ്റ് തിരുത്താം. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല. കോൺഗ്രസിന്റെ പുതിയ ധ്രുവീകരണത്തിൽ നേതാക്കൾ ആർക്കൊപ്പമാണ്? KC വേണുഗോപാലിന്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സംസാരമുണ്ട്. പഴയ A ഗ്രൂപ്പും K. സുധാകരനും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുമെന്നും അറിയുന്നു. മറുവശത്ത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവനിരയാണ് VD സതീശന്റെ കരുത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട്. അതിനു മുൻപ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുണ്ട്. കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് അധികാരത്തിൽ വരണമെങ്കിൽ എല്ലാ സാമുദായിക സംഘടനകളുടെയും പിന്തുണ വേണം. ഇപ്പോൾ എല്ലാ നേതാക്കൾക്കും അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് ഇതുപോലെ സോഷ്യൽ എഞ്ചിനീയറിങ്ങോ സാമുദായിക നേതാക്കളുമായിട്ടുള്ള കണക്ഷനോ ഒക്കെ വെച്ച് പാർട്ടിക്ക് തന്നെ അത് മുതൽക്കൂട്ടാക്കുന്നു എന്ന രീതിയിൽ അതിനെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാക്കൾ കാണുന്ന മറ്റൊരു കാര്യം. അന്തിമ ജയം ആർക്ക് എന്നറിയാൻ കാത്തിരിക്കണം. കോൺഗ്രസ് നേതാക്കളുടെ മോഹം പൂവണിയാൻ ആദ്യം ഭരണം ലഭിക്കണം. അതുവരെ കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് 24. രാഷ്ട്രീയത്തിലായാലും മറ്റെവിടെയായാലും എല്ലാ കളികളും താക്കോൽ സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണല്ലോ. കോൺഗ്രസിൽ അത് രൂപം കൊണ്ടു കഴിഞ്ഞു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. പഴയ തലമുറയും പുതിയ തലമുറയും രണ്ട് നേതാക്കൾക്ക് പിന്നിൽ അണിനിരക്കുന്ന പുതിയൊരു മത്സരമായിരിക്കുമോ കോൺഗ്രസിൽ ഇനി കാണാൻ പോകുന്നത്? അങ്ങനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയും മറുഭാഗത്ത് VD സതീശനും അവരെ പിന്തുണയ്ക്കുന്ന നേതാക്കൾക്കിടയിലെ ഭിന്നസ്വരങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ആയിരിക്കുമോ രാഷ്ട്രീയ കേരളം ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ മണിക്കൂറുകളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? സമുദായ നേതാക്കൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ എത്രത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്? എത്രത്തോളം അവർക്ക് ഇടപെടാം? അവരുടെ തിണ്ണ നിരങ്ങുന്ന രാഷ്ട്രീയ നേതാക്കളായി നമ്മുടെ നേതാക്കൾ മാറേണ്ടതില്ല എന്ന അഭിപ്രായത്തിന് എത്ര കയ്യടി കിട്ടും? ഇതൊക്കെ കേരളത്തിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നു, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും. ഇവിടെ ആശാ BV ചോദിച്ചിരിക്കുന്നു, വായിച്ചില്ലെങ്കിലും ഗോപി സാർ നമ്മുടെയെല്ലാം കമന്റ് ഉൾക്കാഴ്ചയിൽ കാണുന്നുണ്ടല്ലേ? അല്ല ആശ, ഉൾക്കാഴ്ചയിലല്ല, ഞാൻ ശരിയായ കാഴ്ചയിൽ തന്നെ ഈ കമന്റുകൾ കാണുന്നുണ്ട്. വളരെ പ്രസക്തമായ പ്രശ്നങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചാൽ, നിങ്ങൾ ഉന്നയിച്ചാൽ തീർച്ചയായും ആ കമന്റുകൾ ഞാൻ വായിക്കും. അതിലെനിക്ക് യാതൊരു മടിയുമില്ല. ചെറിയ ഇടവേളയിലേക്ക് നമ്മൾ പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരും. പൊതുജനം കഴുതയല്ല സാർ.